കുഞ്ഞിച്ചോ മിന്നസാൻ നാനോമിഷൻ്റെ സീസൺ 2 എപ്പിസോഡ് 38 എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മളിന്ന് വീണ്ടും നാനോമിഷൻ്റെ 3 കിഡിലൻ ചാപ്റ്റേഴ്സ് ആയിരിക്കും നോക്കാനായിട്ട് പോകുന്നത്. സോ വീട്ടിലേക്ക് അടുക്കുന്നതിന് മുമ്പ് നമ്മുടെ പേജ് ലൈക്ക് ചെയ്തിട്ടുണ്ടെന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും ഷെയർ ചെയ്തിട്ടുണ്ടെന്നും എന്തായാലും ഉറപ്പുവരുത്തിയേക്കണം. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട, ബിക്കോസ് നാളെ ഞായറാഴ്ചയാണ്. അതിനർത്ഥം നിങ്ങൾക്ക് തന്നെ ഹൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഹൈപ്പ് ചെയ്തതും കൂടെ നമ്മുടെ പേജ് ഇപ്പം തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്നവർ തന്നെ സാങ്ങായിട്ട് ഉച്ചത്തിൽ കിടന്ന് നിലവിളിക്കുവാണ്. എന്നാൽ അതേസമയം അടുത്തത് നിന്റെ കഴുത്താന്ന് പറഞ്ഞ് ഈ ഒരു അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോഴാണ് പെട്ടെന്ന് അവൻ ഉച്ചത്തിൽ കിടന്ന് അലറിയത്. അവൻ്റെ ശരീരത്തിൻ്റെ അകത്ത് നിന്ന് അബ്നോർമലായ പവർഫുൾ ആയുള്ള ആ ഒരു ലൈറ്റ്നിങ് ക്യൂയെ പുറത്തേക്ക് വരികയും അവൻ നേരെ ബാക്കിലേക്ക് ചാടി മാറുന്നുമുണ്ട്. എന്നാൽ ഒത്തിരിയധികം ചോര ഛർദ്ദിച്ചുകൊണ്ട് അവൻ നേരെ മുട്ടുകുത്തി നേരത്തേക്ക് വീണുപോയി. ഞാനിത് ഒട്ടും തന്നെ വിചാരിച്ചില്ല. ഞാൻ കേട്ടത് ഈ ലെസൺ സ്കോർ ഉണ്ടെങ്കിൽ ഇൻസൈനുള്ള റീജനറേഷൻ കിട്ടുമെന്നാണ്. പക്ഷേ ഒരു കൈ പോയി കഴിഞ്ഞാൽ അത് കിളുത്തു വരാൻ. എന്നാൽ ഇവൻ ശരിക്കും പവർഫുൾ ആണോ? അതും ഗ്രാൻഡ് മാസ്റ്ററിന്റെ അത്രയും തന്നെ. അവൻ യൂസ് ചെയ്ത മൊമെന്റ്സ് അതെന്തായാലും സുപ്രീം സേവർ കൊണ്ട് മാത്രം പറ്റുന്നതല്ല. സുപ്രീം സേവറിന്റെ ഡിവൈൻ ആർട്സ് എന്ന് പറയുന്നത് ഹ്യൂമന്റെ ലിമിറ്റേഷൻ കടന്നു പോകണം. അതിൻ്റെ അകത്ത് മസിൽസും ജോയിൻസിനും എല്ലാത്തിനും അത്രത്തോളം പ്രാധാന്യമുണ്ട്. എന്നാൽ അതിന് കൂടെ ഡിമോണിക്സോടും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ല അതിന് പ്രോപ്പർ ആളെ കൾട്ടിവേഷൻ മെത്തേഡ് പോലും ഇല്ല. ഇവൻ പുതിയ എന്തെങ്കിലും കണ്ടുപിടിച്ചോ? ഇത് ശരിക്കും തെറ്റാണ്. എന്തൊരു പ്രശ്നമുണ്ട്. ഇത് ഞങ്ങൾക്കറിയാവുന്ന ഡീമൺ കോഡ് തന്നെയാണോ? ആ ഒരു റെക്കോർഡ്സിനുണ്ടായിരുന്നത് അത് ഇവനോട്ട് ഒട്ടും തന്നെ മാച്ച് അല്ലല്ലോ. ഞങ്ങൾ ഇത്ര നാൾ പ്രിപ്പയർ ചെയ്ത എല്ലാം തന്നെ വീണ്ടും കുളമായിക്കൊണ്ടിരിക്കുവാണ്. ബ്ലേഡ് മാസ്റ്റർ ഇതിനെ പറ്റി കേട്ടിട്ടുണ്ടാകത്തില്ല. ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ചെല്ലണം, എന്നിട്ട് അദ്ദേഹത്തിനിടയ്ക്ക് കാര്യം പറയുകയും ചെയ്യണം. എന്നാൽ ഈ സീലിംഗ് ഇങ്ങനെ നിൽക്കാൻ നിർത്തും, ഡീമൺ കോഡ് ഇങ്ങനെ നിൽക്കാൻ നിർത്തും, എനിക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. അവൻ എന്നെ കേട്ട് ഫോസ്റ്ററാണ്. ഈ ഒരു അവസ്ഥയാണെങ്കിൽ അപ്പോഴാണ് അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് അവൻ്റെ ബ്ലഡും ആ ഒരു ലൈറ്റ്നിങ് ക്യൂയും തമ്മിൽ റിയാക്ട് ചെയ്യുന്നത്. ശരിയാണ്, നേരത്തെ എൻ്റെ കഴുത്തിലേക്ക് ആ ഒരു അറ്റാക്ക് വന്നപ്പോൾ ആ ഒരു ലൈറ്റ്നിങ് ക്യൂ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവൻ നേരെ ബാക്കിലേക്ക് ചാടിയത്. അതിനർത്ഥം അവന് കറണ്ട് അടിക്കുമെന്നാണ്. ഈ സമയത്ത് തന്നെ അവൻ പറയുകയും ചെയ്യും, എങ്കിൽ നീ അടുത്തേക്ക് വാ. നീ അടുത്തേക്ക് വരുന്ന അടുത്ത സെക്കൻഡ് ഞാൻ നിന്നെ കറണ്ട് അടുപ്പിച്ച് കൊന്നുകളയെന്ന് പറയുമ്പോഴേക്കും ഇവനാട്ടെ അവൻ്റെ രക്തത്തിൽ കയറി ചവിട്ടി. അടുത്ത സെക്കൻഡ് തന്നെ അവനൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. ആ ഒരു ലൈറ്റ്നിങ് അറ്റാക്ക്. ഡീമൺ കോഡ്, നിന്റെ കഥ കഴിഞ്ഞു എന്ന് പറയുന്നിടത്ത് ഒരു മാസീവുള്ള അറ്റാക്കാണ് അവിടെ സംഭവിച്ചത്. പിന്നെ കാണുന്നത് അവിടെ നടന്ന ഒരു പൊടി പടലങ്ങളായിരുന്നു. ഈ സമയത്ത് അവനത് കണ്ടിട്ട് പൊട്ടി ചിരിക്കാനും തുടങ്ങി. യെസ്, ഞാൻ വിജയിച്ചു. ഞാനവനെ കൊന്നെന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു കൈ അവൻ്റെ കഴുത്തിൽ വന്ന് പിടിച്ചു. ആരെ കൊന്നെന്നാ നീ പറഞ്ഞത്? ഡീമൺ കോഡ്, നീ ശരിക്കും? ആ സമയത്ത് ഞാൻ പറയും ചെയ്യും, ചാർജ് 250%, ചാർജ് 260%, ചാർജ് 280%. ഞാൻ സ്വിറ്റ് കംപ്ലീറ്റ്ലി അൺലോക്ക് ആയിരിക്കുന്നു. ലൈറ്റിംഗ് ക്യൂയെ ഗ്യാദർ ചെയ്തുകൊണ്ടിരിക്കുന്നു. യെസ്, ഗാറ്റ്ലൈനിയം എഫക്റ്റ് എന്തായാലും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അല്ല, നീ എന്തൊക്കെ നേരത്തെ കിടന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. തൽക്കാലം എൻ്റെത് നീ എടുത്തല്ലേ, അത് ഞാനിങ്ങ് തിരിച്ചെടുക്കുവാണെന്ന് പറഞ്ഞിട്ട് ഇവൻ അവൻ്റെ വയറ്റിലേക്ക് അവൻ്റെ കൈ കുത്തി അങ്ങോട്ട് ഇറക്കി. എന്നിട്ട് ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത സെക്കൻഡ് അവൻ പറയും ചെയ്യും, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ. ഈ സമയത്ത് സാങ് പറയുന്നുണ്ട്, അല്ല എന്റെ ലൈറ്റ്നിങ് ക്യൂഐ നീ എങ്ങനെ? ഹെവൻലി ഡീമോൺ ക്യൂഐക്ക് എന്തായാലും ബാക്കിയുള്ള ട്രൂ ക്യൂവിനെ അബ്സോർവ് ചെയ്യാനായിട്ട് ഡിഫറൻ്റ് ആയുള്ള ഒരു പവർ തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു ലൈറ്റ്നിങ്ങും എനിക്ക് എൻ്റേതാക്കി മാറ്റാൻ സാധിക്കും. അല്ല, അതിനു മുമ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞ അടുത്ത സെക്കൻഡ് കാണുന്നത് സാങ്ങിന്റെ ശരീരത്തിലേക്ക് ജീവന്റെ ലൈറ്റ്നിങ് ക്യൂഐ കയറുന്നതാണ്. അത് കയറിയത് മാത്രമല്ല, അതിന്റെ പവർ കാരണം അവന്റെ ശരീരം പൊട്ടി തെറിച്ചുപോയി. അവന്റെ കണ്ണും കാതും പല സൈഡിലേക്ക് തെറിച്ച് പോകുന്നുണ്ട്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അവന്റെ തല എക്സ്പ്ലോഡ് ചെയ്തു. എന്തായാലും ഇനി എനിക്ക് എസൻസ് സ്കോർ മാത്രം എടുത്താൽ മതി എന്നുകൊണ്ട് അവൻ നേരെ എസൻസ് സ്കോറിന്റെ അകത്തേക്ക് ചാടി. ആ ഒരു കോറിന് ഒന്നും തന്നെ സംഭവിച്ചില്ല. ഞാൻ വിചാരിച്ചതുപോലെയല്ല, ഇത് ശരിക്കും ബിഗറാണ്. എന്നാൽ എനിക്കിത് അബ്സോർവ് ചെയ്യേണ്ട സമയമായെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അത് സംഭവിച്ചത്. അവന്റെ തലക്ക് മുകളിലുണ്ടായിരുന്ന ആ ഒരു സ്ഥലം പൊട്ടി നേരെ വെള്ളം നിലത്തേക്ക് വരാനായിട്ട് തുടങ്ങി. നാശം, അതൊരു ഫൈറ്റ് കാരണമാണ്. ഇങ്ങനെയാണെങ്കിൽ എനിക്കധികം സമയമൊന്നുമില്ല. ഞാനോ ആ ഒരു എസൻസ് സ്കോർ നിനക്ക് ആ സമയത്ത് ഞാനോ പറയുകയും ചെയ്യും, അത് പോസിബിൾ ആണെന്നോട് ഞാനവൻ്റെ കുറച്ച് സാധനങ്ങൾ അവിടേക്ക് വന്ന് ആ ഒരു എസൻസ് സ്കോർ കംപ്ലീറ്റ്ലി ഇവൻ്റെ ശരീരമായിട്ട് അങ്ങോട്ട് കടിപ്പിച്ച് വെക്കും. പിന്നെ കാണുന്നത് അവൻ അവിടെ നിന്ന് നേരെ പുറത്തേക്കെടുത്ത് ചാടിയതാണ്. അവനെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം സ്പീഡിൽ അവൻ നേരെ പുറത്തേക്ക് പോകാനായിട്ട് നോക്കി. ഇത് ശരിക്കും കൊളാപ്സ് ചെയ്യേണ്ടിരിക്കുകയാണ്. ഞാനോ ഈ സ്ഥലം മുഴുവൻ അല്ല 6 റൂപ്സ് പുറത്തേക്ക് പോയി കാണുമെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. അവൻ്റെ മുന്നിൽ നിന്നും വെള്ളം പുറകിലേക്ക് വരാനായിട്ട് തുടങ്ങി. നാശം, ഇത്
അടുത്ത സെക്കൻഡ് അതിന്റെ ഗാഠത കൂടിയും ഇവനുടെ ആ ഒരു ഒഴുക്കിൽ പെടുകയും ചെയ്യും. ഈ സമയത്ത് തന്നെ നാനോ പറയും ചെയ്യും, എമർജൻസി ഡൈവിംഗ് മോഡ് ആക്ടിവേറ്റഡ്. ഞാൻ ഓക്കെയാണോ? 90% ഓക്സിജനെ റിമൈനിങ് ആണുള്ളത്. ആ സമയത്ത് ഇവൻ അവിടേക്ക് വന്ന പലതും ഡോഡ് ചെയ്ത് മാറുന്നുണ്ട്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സാധനത്തിൽ കയറി പിടിക്കും. ഈ കറണ്ട് ശരിക്കും സ്ട്രോങ് ആണ്. എനിക്ക് അത് നേരെ ഇത് പിടിച്ചിട്ട് നിൽക്കാൻ പറ്റും തോന്നില്ല. ഇത് ശരിക്കും ഡിഫിക്കൽട്ടാണ്. ഞാനോ ഫുൾ ബൂസ്റ്റർ യൂസ് ചെയ്യും. ആക്ടിവേറ്റിംഗ് ഫുൾ ബൂസ്റ്റർ. ഓക്സിജൻ റിമൈനിങ് 80%. ആ സമയത്താണ് പെട്ടെന്നൊരു സാധനം അവന്റെ നേരെ വന്ന് അവനട്ടെ അത് ഡോഡ്ജ് ചെയ്യുന്നത്. അല്ല, ആ കണ്ടത് സുപ്രീം സേബറിന്റെ ബ്ലേഡ്സ് അല്ലേ? അല്ല, അതിനർത്ഥം പിന്നെ കാണുന്നത് കുറെ അധികം സോഡ്സ് അവന്റെ നേരെ പാഞ്ഞ് വരുന്നതാണ്. അവൻ അതെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു കറണ്ടിൽ നിന്നുകൊണ്ട് അതെല്ലാം ബ്ലോക്ക് ചെയ്യുന്നത് ഒട്ടും നിസ്സാരമല്ലായിരുന്നു. എനിക്കിതെല്ലാം തന്നെ ഡോഡ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അതിനർത്ഥം മറ്റു മാർഗങ്ങളുമുണ്ട്. ഈയോണാട്ടെ അവന്റെ QA യൂസ് ചെയ്ത്, അതായത് കോൾഡ് QA യൂസ് ചെയ്ത് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്ത് അതങ്ങോട്ട് സീലിംഗ് ബ്ലോക്ക് ചെയ്തിട്ട് നോക്കി. പക്ഷേ വിചാരിച്ചതുപോലെ അല്ലായിരുന്നു. ആ ഒരു ഐസ് ഹോഴ്സിന് അവിടേക്ക് എത്താൻ സാധിക്കുന്നില്ല. കാര്യം അത്രത്തോളം വെലോസിറ്റിയിലാണ് ആ ഒരു വാട്ടർ ഇപ്പോൾ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊട്ടും തന്നെ നല്ലതല്ല. വാർണിംഗ്, ട്രൂ QA യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഓക്സിജൻ റിമൈനിങ് ഇപ്പം 35% മാറിയിരിക്കുന്നു. വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്യും. പക്ഷേ അപ്പോഴേക്കും ഓക്സിജൻ 20%. വീണ്ടും അറ്റാക്ക് ചെയ്യും. അപ്പോഴേക്കും 15. അവസാനം ഒരു തവണ ചെയ്യാൻ പോയപ്പോഴാണ് അവന്റെ ബോധം പതുക്കെ പോകാനായിട്ട് തുടങ്ങിയത്. ഓക്സിജന്റെ അളവ് 5% മാറി. ഇയോനട്ടെ നേരെ നിലത്തേക്ക് വീഴാനും തുടങ്ങി. ഓക്സിജന്റെ ലെവല് 4, 3, 2. അങ്ങനെ ഓക്സിജന്റെ അളവ് തീർന്നപ്പോൾ ഇയോൺ ആ ഒരു ആഴത്തിലേക്ക് മുങ്ങി താഴുകയും ചെയ്തു. മുങ്ങി താഴുന്നത് മാത്രമല്ല, അവന്റെ ശരീരത്തിലേക്ക് ഒരു വലിയൊരു പാറക്കഷ്ണം ഒന്ന് വീഴാനായിട്ട് പോയി. ഇതേ സമയം തന്നെ പറയുകയും ചെയ്യും, യൂസറിന്റെ പൾസ് ശരിക്കും അൺസ്റ്റേബിൾ ആണ്. യൂസറിന്റെ ബ്രീത്തിങ് ശരിക്കും ആവറേജിന് താഴെയാണ്. അർജന്റ് സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞപ്പോഴേക്കും ആ ഒരു കല്ല് അവന്റെ മേത്ത് വന്ന് വീണു. എന്നാൽ പെട്ടെന്നാണ് ഞാൻ പറയുന്നത് ചാർജിങ് ഓക്സിജൻ. അടുത്ത സെക്കൻഡിൽ കാണുന്നത് ആ ഒരു സ്റ്റോണ് പതുക്കെ പൊട്ടാൻ തുടങ്ങിയതാണ്. ഒരു വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടായി. നമ്മുടെ ഇയോണിനെ ബോധം തിരിച്ചു കിട്ടി. അല്ല, അതെങ്ങനെ? ഇപ്പോൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓക്സിജൻ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നു. 35% മാത്രമേ ബാക്കിയുള്ളൂ. അതെന്താ നീ നേരത്തെ പറഞ്ഞത്? ഞാൻ തിരിച്ചൊന്നും പറയത്തില്ല. അതിനർത്ഥം എനിക്ക് ആ നേരത്തെ ഉണ്ടായിരുന്ന ഓക്സിജൻ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ഇപ്പൊ കിട്ടിയെങ്കിലും ഇവിടെ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ സെയിം സിറ്റുവേഷൻ തന്നെയാണ് നിൽക്കുന്നത്. എന്റെ ഐസോഡ്സിന് അധികം പവറില്ല, അതവിടേക്ക് ചെല്ലത്തുമില്ല. പക്ഷേ അപ്പോഴേക്കും ഇവൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു. അല്ല, അതെന്താണ്? അതിൻ്റെ അകത്തുനിന്ന് ഇന്റൻസ് അല്ല കോൾഡ് എനർജി. എനിക്ക് അതുമല്ല, അതിലെന്തോ എഴുത്തുണ്ടല്ലോ. ഞാനോ ഒന്ന് സൂം ചെയ്തേ. ആ സമയത്ത് ഞാനോ അത് സൂം ചെയ്തു. അതായിട്ട് വായിച്ചെടുക്കുകയും ചെയ്യും. അത് കോൾഡ് ഐസ് ആണല്ല, ഹെവൻലി ആർട്ടിന്റെ ലിപിയായിരുന്നു. അടുത്ത സെക്കൻഡിൽ ഞാനോ ഒരു വെർച്വൽ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതെല്ലാം അവനെ കാണിച്ചു കൊടുക്കും. ദി കോൾഡ് ഐസ് ഹെവൻലി ആർട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഡ്രാഗൺ സ്റ്റാറിൽ അപ്പിയർ ആയ ആ ഒരു സമയത്ത് നോർത്തേൺ സീ ഐസ് പാലസിന് ഒരു വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. എന്നാൽ ആ സമയത്തെ ആ ഒരു ഐസ് പാലസ് മാസ്റ്റർ 5ാമത്തെ ജനറേഷൻ ആയിരുന്നു. അദ്ദേഹം അതിൻ്റെ ജീവൻ തന്നെ പണയം വെച്ചുകൊണ്ടാണ് അന്ന് അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് നോക്കിയത്. പക്ഷേ എങ്കിലും അദ്ദേഹം പോലും അത്തരം സ്കില്ലില്ലായിരുന്നു അതിനെ കൊല്ലാനായിട്ട്. എന്നാൽ അവസാനം മറ്റൊരു മാർഗ്ഗമില്ലാതെ അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ പണയം വെച്ചുകൊണ്ട് അതിനെ നോർത്തേൺ സീ ഐസ് പാലസിന്റെ സീക്രട്ട് ഉള്ള സ്റ്റോറേജിലേക്ക് കൊണ്ടുചെന്നു. ഈ ഒരു സീക്രട്ട് സ്റ്റോറേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അഡുലാറിയ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് കൊണ്ടാണ്. അത് മാത്രമല്ല, അത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അതിന് രക്ഷപ്പെടാൻ ഭയങ്കര പാടായി മാറി. ഈ അഡുലാറിയ എന്ന് പറയുന്നത് കോൾഡിനനുസരിച്ച് റിയാക്ട് ചെയ്യും. അത് കൂടുതൽ കോൾഡ് ഉണ്ടെങ്കിൽ അത് കൂടുതൽ സ്റ്റർഡി ആയിട്ട് മാറും. അതുകൊണ്ട് അവർക്ക് ആ ഒരു ഡ്രാഗൺ സെല്ലിനെ അന്ന് ട്രാപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു. പാലസ് മാസ്റ്റർ സക്സസ്ഫുള്ളി തന്നെ ഈ ഒരു ഡ്രാഗൺ സെല്ലിനെ അവിടേക്ക് ലൂർ ചെയ്തതിന് അതിനെ ട്രാപ്പ് ചെയ്യാൻ നോക്കിയെങ്കിൽ കൂടിയും ആ സമയത്ത് മറ്റൊരു സംഭവം ഉണ്ടായി. അദ്ദേഹം മരിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, അവരുടെ ആ ഒരു ഹെവലി ആർട്ടല്ലോ അതും ആ ജനറേഷനോട് നിന്നുപോയി. പിന്നെ അവർ ഏറ്റവും സീക്രട്ട് ആയിട്ട് കണ്ടിരുന്ന ആ ഒരു ഡിവൈനുള്ള റിലിക്കും ആ ഒരു ജനറേഷനോട് നഷ്ടപ്പെട്ടു പോയി. ദി കോൾഡ് ഐസ് ഹെവൻലി ആർട്ടിന് 5 സ്റ്റേജസ് ആണുള്ളത്. താങ്കൾ 3ാമത്തെ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റോക്ക് ഹാളിലുള്ള മെറ്റീരിയലുള്ള അഡുലോറിയയിലേക്ക് താങ്കൾക്ക് എത്താനായിട്ട് സാധിക്കും. അത് യൂസ് ചെയ്ത് കോൾഡ് ക്യൂയെ അഡുലോറിയായിട്ട് മാറ്റാനും സാധിക്കും. 4ാമത്തെ ലെവലിലേക്ക് എത്താൻ നേരത്ത് താങ്കൾക്ക് കോൾഡ് ഐയിലേക്ക് എത്താൻ സാധിക്കും. ആൻഡ് അവസാനത്തെ 5ാമത്തെ ലെവലിലേക്ക് എത്താൻ നേരത്ത് താങ്കൾക്ക് സ്റ്റീൽ ഐസ് എന്ന ആ ഒരു ഫോർമാറ്റിലേക്ക് ഐസിനെ എത്തിക്കാനും സാധിക്കും. അല്ല, അത് പോസിബിൾ ആണെങ്കിൽ ഈ ക്യൂ സോഡ് കൺട്രോളിന് പുറമെ എനിക്ക് ഐസായിട്ടുള്ള വെപ്പൺസ് യൂസ് ചെയ്യേണ്ടി വരത്തില്ല. എനിക്ക് ഡയറക്ട്ലി തന്നെ. അത് മാത്രമല്ല, എൻ്റെ ഐസ് വെപ്പൺസിന് അവിടെ വരെ എത്താനും സാധിച്ചിട്ടില്ല. പക്ഷേ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത് നോർമൽ ഐസ് ആയതുകൊണ്ടല്ലേ. ഇതാണെങ്കിൽ ചിലപ്പോൾ ഐസ് ഹെവൻലി ആർട്ട് താങ്കളുടെ ബ്രെയിനിലേക്ക് ഷെയർ ചെയ്യട്ടെ. ഞാനോ ഇപ്പം തന്നെ ഷെയർ ചെയ്തോളൂ. പിന്നെ ഒരു കാര്യം കൂടെ മറക്കണ്ട, ഒന്നും തന്നെ വിട്ട് കളയണ്ട. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നോർത്തേൺ സീ ഐസ് പാലസിന്റെ പുറത്തുള്ള കാഴ്ചയാണ്. അവിടെയായിട്ട് കുറെ പേര് കൂടി നിൽപ്പുണ്ടായിരുന്നു. പെട്രേച്ച് മുയോങ്,
എന്നോട് ക്ഷമിക്കണം, ഞാൻ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയാം. ഇതേ സമയത്ത് തേർഡ് എൽഡർ ചോദിക്കുന്നുണ്ട്, അല്ല താങ്കളുടെ ഇന്റർണൽ മൂൺസ് വലിയ കുഴപ്പമില്ല, ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പെട്ടെന്നാണ് സാർമ അവിടേക്ക് നടന്നു പറഞ്ഞത്, ആരും തന്നെ റെസിസ്റ്റ് ചെയ്യില്ലേ, നിങ്ങൾ റെസിസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഹെഡ് ഗാർഡിനെ വിളിച്ചുകൊണ്ട് നമ്മുടെ മ്യൂഗിനും ബേഗ്ജിയും അതേപോലെ തന്നെ ഹ്യൂബോങ്ങും അവിടേക്ക് വന്നു. അല്ല നിങ്ങൾ മാത്രമല്ലോ ഡീമലോട് അദ്ദേഹം അത് കൊളാപ്സ് ചെയ്തതിനു ശേഷം ഇവിടേക്ക് വന്നോളെന്ന് പറഞ്ഞു. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ടെക്നിക്ക് ഇത്ര ഫാസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് അദ്ദേഹം വന്നു കാണുമെന്നാണ്. പക്ഷേ പെട്ടെന്നാണ് സാർമ ഞെട്ടിത്തെറിച്ചത്. ഹ്യൂബോങ്, നിന്റെ മുഖത്തിരിക്കുന്നത് ദ ഫോർമുലുള്ള സൂപ്പർ ഹെവലി ഡീമൻ അല്ലേ? പെട്ടെന്നാണ് അവർ ചവിട്ടിയ ആ ഒരു സ്ഥലം തന്നെ ബ്രേക്ക് ആകാനായിട്ട് തുടങ്ങിയത്. ആ സ്ഥലം മുഴുവനായിട്ട് കുലുങ്ങാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് തന്നെ അവൻ പറയും ചെയ്യും, മുറുമലൻസിന്റെയും നോർത്തേൺ സീ ഐസ് പാലസിലെ എല്ലാവരും വെറുതെ വിടൂ, എന്നിട്ട് അവരുടെ എല്ലാവരും ഹയർ ഉള്ള പൊസിഷനിലേക്ക് എത്താനായിട്ട് പറയൂ. ഹ്യൂബോങ്, ഒരു കാര്യം പറഞ്ഞേക്കാം, എന്ത് വിലയെടുത്തും നീ അദ്ദേഹത്തിനെ രക്ഷിക്കണം, പറഞ്ഞത് മനസ്സിലായോ? യെസ് ഹെഡ് ഗാർഡിയൻ. പിന്നെ കാണുന്നത് ആ സ്ഥലം പൂർണ്ണമായിട്ടും പൊളിയുന്നതാണ്. നിലത്ത് നിന്ന് മുകളിലേക്ക് ജലമൊക്കെ വരാനായിട്ട് തുടങ്ങി. ചുരുക്കം പറഞ്ഞ ദി എൻ്റയർ ആയിട്ടുള്ള നോർത്തേൺ സീ ഐസ് പാലസ് അവിടെ മുങ്ങി താഴ്ന്നു. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ഹ്യൂബോങ്ങിനെ വിശ്വസിക്കാൻ പറ്റില്ല. ഡീമലോട്, താങ്കൾ പറഞ്ഞത് മെൻഗ്യുമായിട്ട് നല്ല വഴക്കായിരുന്നു. ഡീമനോടൊന്ന് വിളിച്ചുകൊണ്ട് അവൾ അവിടേക്കെടുത്ത് ചാടാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. അവരെല്ലാവരും കൂടെ അവളെ തടയാനായിട്ട് നോക്കുന്നുണ്ട്. അല്ല ഡിമോണിക്കള്ള ലീഡർ അദ്ദേഹത്തിന്, യെസ് ഭാഗ്യം നമ്മുടെ കൂടെ തന്നെയാണ്. ഈ സെൻസ്കോർ അദ്ദേഹത്തിന് കിട്ടിയെങ്കിൽ എന്താ, ഈ ലോകത്തിന്റെ നേച്ചറിന്റെ മുമ്പിൽ അദ്ദേഹത്തിന് ഒന്നും തന്നെ ചെയ്യാൻ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡിമോണിക്കള്ള ലീഡർ പുറത്തു വന്നില്ലേ? ഞാൻ ഒരു മുറുമലൻസിന്റെ ജനറൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലയ്ക്ക് ഇത് സന്തോഷം കൊള്ളുന്ന വാർത്തയാണ്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. അദ്ദേഹമുള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. ആ ഒരു സുപ്രീം സേവർ ഞങ്ങളെ കൊല്ലേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹം ഞങ്ങളെ രക്ഷിച്ചിട്ട് കൂടി ഞങ്ങളിപ്പോഴും അദ്ദേഹത്തിനെതിരെ ഇത് ശരിക്കും മുറുമലൻസ് ആണോ? ഓർത്തഡോക്സ് മുറുമലൻസ് തന്നെയാണോ? ഇതിങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? അപ്പോഴാണ് അവനത് ശ്രദ്ധിക്കുന്നത്. അല്ല, ഗാർഡിയൻസും പാലസ് മാസ്റ്റേഴ്സും പിന്നെ ഡാൻ ബേക്കും ഉണ്ടല്ലോ, ഇവരെന്താണ്? പെട്ടെന്നാണ് അതിലൊരുത്തൻ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് ഡോൻജുച്ചി എന്നെ പിടിച്ചു കെട്ടാൻ നോക്ക്, അവൻ നമ്മളെ ചതിച്ചിരിക്കുന്നു, അവനൊരു ട്രൈറ്ററാണ്. യെസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നോർത്തേൺ സീസിലെ എല്ലാവരും തന്നെ അവരെ പൊതിഞ്ഞു കെട്ടി. ട്രൈറ്ററോ? നീ എന്താണ് ഈ പറയുന്നത്? നിനക്കറിഞ്ഞൂടെ ഈ സ്ഥലം ആരാണ് റൂൾ ചെയ്യണതെന്ന്? മിണ്ടിപ്പോകരുത്. പുറത്തുള്ള ആൾക്കാർ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇത്ര വലിയ പ്രശ്നമാക്കിയത് അത് നീ ഒറ്റെടുത്തിട്ടാണ്. ആ പറഞ്ഞത് എൽഡർ സിയോളായിരുന്നു. നാശം, ഞാൻ ഇത്ര നാള് ഡാൻ ബേക്ക്, നീ എൻ്റെ ഒരു നെഫ്യൂ ആയതുകൊണ്ട് മാത്രം, നീ എൻ്റെ ഡിസിപ്ലിൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ഒന്നും ചെയ്യാതിരുന്നത്. പക്ഷെ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ബ്രദർ എന്തുകൊണ്ടാണ് ആ ടൈറ്റിൽ നിനക്ക് തരാൻ വിചാരിച്ചതെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ നീ എന്താടാ വിചാരിച്ചത്? നിനക്ക് തോന്നുന്നുണ്ടോ ഇവിടെയുള്ള കുറച്ചധികം പേര് നിന്നെ സപ്പോർട്ട് ചെയ്ത് വെച്ചോണ്ട് നിനക്ക് നോർത്തേൺ സീ ഐസ് പാലസ് മാസ്റ്റർ ആകാൻ സാധിക്കുമെന്ന്? നിനക്ക് എന്നെക്കാട്ടും ക്വാളിഫിക്കേഷൻ ഉണ്ടത് നിനക്ക് തോന്നുന്നുണ്ടെന്ന് അവൻ ദേഷ്യത്തിൽ കിടന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്താണ് ഈ കാണിക്കുന്നത്? മര്യാദ കടങ്ങി നിൽക്കി. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അദ്ദേഹം ശരിക്കും പവർഫുൾ ആണ്. ഡിമോൺ കൾട്ടിന്റെ മുമ്പിൽ അദ്ദേഹം ചിലപ്പോൾ നിന്നു കൊടുത്തു കാണും. പക്ഷേ അദ്ദേഹം ഇപ്പോഴും ഒരു മാർഷൽ മാസ്റ്റർ തന്നെയാണ്. അതിലുപരി ഞങ്ങളുടെ കൂടെയുള്ള ഗാർഡിയൻസും എൽഡേഴ്സും എല്ലാവരും കൂടെ ഫൈറ്റ് ചെയ്താൽ പോലും അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല. എൽഡർ സിയോൾ, താങ്കൾക്കൊരു തെറ്റുപറ്റി. സിറ്റുവേഷൻ താങ്കൾക്ക് മനസ്സിലായില്ല. ശരിയാണ്, ഞങ്ങൾ ഒരു തവണ സറണ്ടർ ചെയ്തു. പക്ഷെ ഡിമോണിക്കൾട്ടിന്റെ ലീഡർ മരിച്ചിരിക്കുന്നു. ഇനിയും ഞങ്ങളവിടെ മുട്ടുകുത്തി നിൽക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പെട്ടെന്നാണ് ആ സ്ഥലം തന്നെ കിടന്ന് വിറക്കാനായിട്ട് തുടങ്ങിയത്. അല്ല, എർത്തിക്യൂക്കാണോ? ഇനി എന്തെങ്കിലും? അല്ല, ഇത് എർത്തിക്യൂക്കല്ല. എനിക്ക് എർത്തിക്യൂയെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ എവിടുന്ന്? എന്ത്? പിന്നെ കാണുന്നത് ഒരു മാസീവ് ഉള്ള റേ ഓഫ് ലൈറ്റ് മുകളിലേക്ക് ചെല്ലുന്നതാണ്. അത് കണ്ടപ്പോൾ അവൻ ശരിക്കും ഞെട്ടിത്തെറിച്ചുപോയി. കാര്യം അതൊരു പ്രൊജക്റ്റിലുള്ള ഓറയാണെന്ന് അവന് മനസ്സിലായി. അത് നേരെ മുകളിലേക്ക് ചെന്ന് ആ ഒരു ആകാശത്ത് തന്നെ ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ കാണുന്നത് ഒരു സാധനം നേരെ മുകളിലേക്ക് പാഞ്ഞ് വരുന്നതാണ്. അത് മറ്റാരുമല്ലായിരുന്നു, നമ്മുടെ ഇയോൺ ചിയോണായിരുന്നു. അവന്റെ ഒരു കയ്യിൽ ആ ഒരു ടർട്ടിലക്കോറും മറു കയ്യിൽ ആ ഒരു ഡിമോണിക് റിലക്കും അവന്റെ ചുറ്റിനും കോൾഡ് സ്റ്റീലുള്ള ഐസ് കൊണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഹിയോവങ്ങും ബാക്കിയുള്ള എല്ലാവരും തന്നെ അവർ പറയും ചെയ്യും, ഡീമനിലോട് വിജയിക്കട്ടെ. പക്ഷേ ഇതേ സമയത്താണ് നമ്മുടെ ഡാൻ ചോദിച്ചത്, അല്ല ഡിമോണിക്കളുടെ ലീഡറിനെ പറ്റി താങ്കൾ എന്തൊന്നും പറഞ്ഞില്ലായിരുന്നോ? മോശം, അവനതും സർവേ ചെയ്തോ? അവൻ ശരിക്കൊരു മനുഷ്യനാണ്. അല്ല, ആ കാണുന്നത് അതെങ്ങാനും ഇനി ദ കോൾഡ് ഐ സ്റ്റാഫ് ആണെന്ന് പറഞ്ഞിട്ട് അവന്റെ കണ്ണ് അതിലേക്കാണ് പോയത്. വളരെ കാലത്തിന് മുമ്പ് ഈ ഒരു നോർത്തേൺ സൈഡിലേക്ക് ഒരു നക്ഷത്രം വന്ന് വീണ്ടിരുന്നു. അന്ന് ആ സമയത്തെ ഫൗണ്ടിങ് ആയുള്ള നോർത്തേൺ സീന്റെ ഐസ് പാലസ് മാസ്റ്റർ ആയുള്ള മാസ്റ്റർ ഡാങ് യോങ്, അദ്ദേഹം ഐസ് ആർട്സിൽ ശരിക്കും അഗ്രഗണ്യനായിരുന്നു. അതേമാട്ടെ
അതുകൊണ്ട് ഒരു ആർമർ ക്രിയേറ്റ് ചെയ്തിട്ട് നോക്കി. പക്ഷെ അത് ഉരുകുന്നില്ലായിരുന്നു. അതുകൊണ്ട് അതിനെ സ്വർണത്തിൻ്റെ കൂടെ ലായിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സാധനം ക്രിയേറ്റ് ചെയ്തു. അവസാനം അത് ക്രിയേറ്റ് ആയി വന്നത് ഈ കാണുന്ന ഒരു ഐസ് സ്റ്റാഫായിട്ടാണ്. എന്നാൽ ഇതൊട്ടും തന്നെ നിസ്സാരമല്ലായിരുന്നു. ഒരു വെപ്പണായിട്ടാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തതെന്നും ഇതൊരു ഡിവൈൻ റിലേക്കായിട്ട് മാറുകയായിരുന്നു. വർഷങ്ങളോളം ഇത് ആൻസസ്റ്റേഴ്സിനെ കൈമാറി വരികയും അതുകൊണ്ട് തന്നെ ഇതൊരു അണ്ടർഗ്രൗണ്ടുള്ള ടൂമ്പിൽ വെക്കുകയും ചെയ്തു. അതുമാത്രമല്ലാതെ ഒരു ലെജൻഡും കൂടെ ഇതുമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതായത് ഒരു ട്രൂലി ക്വാളിഫൈ ഉള്ള പേഴ്സണിന് മാത്രമേ, പാലസ് മാസ്റ്ററിന് മാത്രമേ ഇതിൻ്റെ ഹിഡൻ പവർ അച്ചീവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇത് കയ്യിലിരിക്കുന്ന ഒരാൾക്കാണ് ഈ ഒരു പവർ ഉള്ളതെന്ന്. ആ റൂയിൻസ് പോലെ തന്നെ അത് ശരിക്കും ഡിവൈനുള്ള റിലക്ട് തന്നെയാണ്. അത് ദ ഫൗണ്ടിങ് സ്റ്റാച്യുവിൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. എൻ്റെ ബ്രദർ ഇത് കണ്ടെത്താൻ വേണ്ടി മാത്രമാണ് ആ ഒരു ഡ്രാഗൺ സെല്ലിൻ്റെ അകത്തേക്ക് കയറിയതും ഈ കാണുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായതും. അല്ല, താങ്കൾ ഡിമോണിക്കൽ ലീഡറിനെ പറ്റി എന്തായിരുന്നു പറഞ്ഞത്? ഈ സമയത്ത് അവന് ദേഷ്യം വരുന്നുണ്ട്. കൾട്ട് ലീഡർ ചിയോൺ, എനിക്ക് താങ്കളോട്. അപ്പോഴേക്കും ഇവൻ നിന്ന് നോക്കി. എനിക്ക് താങ്കളോട് ഒരു കാര്യം സംസാരിക്കണം, അത്യാവശ്യമാണ്. അല്ല, ഇവൻ എന്താണ് ഈ കാണിക്കാൻ പോകുന്നത്? പക്ഷെ ഇവനൊന്നും തന്നെ മിണ്ടാതെ അവിടുന്ന് പോയി. അവനായിട്ട് സ്പീച്ച്ലെസ് ആയിട്ട് അവിടെ നിന്ന് പോയി. ശരിയാണ്, അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിന്റെ ആൾക്കാരുടെ അടുത്തേക്കല്ലേ ചെല്ലത്തുള്ളൂ. ഇവിടെ മിണ്ടാൻ അദ്ദേഹത്തിന് കാര്യമില്ലല്ലോ. പക്ഷെ അപ്പോഴേക്കും അവര് മുന്നിലേക്ക് വന്നിട്ട് പറയും ചെയ്യും, അവനെ പിടിച്ചു കെട്ടു. ഇതേ സമയം അവനെ പിടിച്ചു കെട്ടാണ്ട് കുറച്ച് പേര് വരുന്നുണ്ടെങ്കിൽ അവരെ എല്ലാരും തന്നെ അണ്ട് ആക്രമിച്ചു. ടാൻജോച്ചിയൻ, നീ കീഴടങ്ങാണ് നല്ലത്. അതുകൊള്ളാം, എന്റെ മേത്ത് ഒരു കൈ പോലും വെക്കാൻ പറ്റാത്ത നീയാണ് അതിനെപ്പറ്റി പറയുന്നത്. നീ എല്ലാം ഇതിനനുഭവിക്കും. നാശം ഇവിടെ കിടന്ന് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ അതെനിക്ക് ഉറപ്പായിട്ടും പ്രശ്നമാണ്. ഇന്റേണൽ ഇഷ്യൂസ് അത് വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ ഈ ഇന്റേണൽ ഇഷ്യൂസിൻ്റെ അകത്ത് ഡിമോണിക്കലിനെ ലീഡർ ഇൻവോൾവ് ചെയ്യാനായിട്ട് പാടില്ല. അതിനെന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണമെന്നുണ്ട്. അവൻ നേരെ പെട്ടെന്ന് അവിടുന്ന് ഓടിപ്പോയി. അവൻ പോയിട്ടുള്ളത് ആ ഒരു ഡിവൈൻ റിലക്കിന് വേണ്ടിയാണ്. നമ്മളവനെ ചേസ് ചെയ്യണ്ടേ? എന്ത് വിലയെടുത്തും ആ ഒരു ഐ സ്റ്റാഫ് ഞാൻ കൈക്കലാക്കണം. അത് കൈക്കലായി കഴിഞ്ഞാൽ പിന്നെ ടാൻ ബാക്കിലും ബാക്കിയുള്ള ആർക്കും തന്നെ ഒന്നും പറയാനും പറ്റത്തില്ല. ഡിമോണിക്കലോട് താങ്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പെട്ടെന്നാണ് മിനി കടന്ന് ദേഷ്യപ്പെട്ടത്. ഡിമോനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് താങ്കൾ എന്നെ ഇങ്ങനെ ഒന്ന് പേടിപ്പിക്കല്ലെന്ന്. അതെ, ഞാൻ എന്തുമാത്രം പേടിച്ച്. ഈ സമയത്ത് ഹിയോബൊങ്ങും പറഞ്ഞു പറയും ചെയ്യും. അവൾ പറഞ്ഞു ശരിയാണ്, ഡിമോനോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എല്ലാവരും എന്നെ പറ്റി ഓർത്ത് വിഷമിച്ചിരിക്കുവാണ്. ഒന്നുമില്ലെങ്കിൽ അവരുടെ വഴക്ക് ഞാനിപ്പോൾ കേട്ടുണ്ടെങ്കിൽ ഇരിക്കണ്ടേ. ഈ സമയത്താണ് സർമ പറഞ്ഞത്, അല്ല ഡിമോനോട്, ആ കാണുന്നത് ഡ്രാഗൺ സെല്ലിന്റെ എസൻസ് അത് ശരിക്കും പവർഫുൾ തന്നെയാണ്. പക്ഷേ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സ്റ്റാഫും ഒട്ടും നിസ്സാരമല്ല. ഞാൻ ഇതിനെ കംപ്ലീറ്റ്ലി സർപ്ലസ് ചെയ്തിട്ട് പോലും ഇതിന്റെ പവർ ഇത് നോർത്തേൺ സി ഐസ് പാലസിന്റെ ആ ഒരു ഡിവൈനുള്ള റിലക്കാണ്. ശരിയാണ്, അപ്പോൾ യങ് പാലസ് മാസ്റ്ററിന്റെ തങ്ങളത് കൈമാറാൻ പോകുവാണോ? ഞാനും അത് തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പെട്ടെന്നാണ് ഡാൻസ് ചെയ്യാൻ അവിടേക്ക് ചാടി വന്നത് നിലത്തേക്ക് വന്നിരുന്നത്. അനങ്ങി പോകരുത് പ്ലീസ്, എനിക്കത് ഇതിന് കാണണം. അത് നീയല്ല, ഡീമൻ ലോഡാണ് തീരുമാനിക്കണത്. കാണണോ വേണ്ടത് പറഞ്ഞത് മനസ്സിലായോ? നാശം, ഞാൻ എല്ലാം തന്നെ റിസ്ക് ചെയ്തു. ഈ നോർത്തേൺ സി ഐസ് പാലസിന്റെ ഫ്യൂച്ചറിന് വേണ്ടി എല്ലാം തന്നെ റിസ്ക് ചെയ്തു. ഇനി എനിക്ക് എൻ്റെ ഈഗോ കടച്ചു പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. അങ്ങോട്ട് അവനെ മുട്ടുകുത്തി എന്നിട്ട് പറയും ചെയ്യും, പ്ലീസ് എനിക്ക് കൾട്ട് ലീഡർ ഇയോൺ ചെയ്യോണ്ട് സംസാരിക്കാനുണ്ട്. ഈ സമയത്ത് ഇയോൺ ചെയ്യോട്ടെ ഒരു സിഗ്നൽ കൊടുക്കുകയും അവനെ മുന്നിലേക്ക് വന്നു. നിനക്ക് എന്താണ് പറയേണ്ടത്? ആ ഒരു എസൻസ് സ്കോർ അതെടുക്കാൻ ശ്രമിച്ചതിൽ എന്നോട് ക്ഷമിക്കണം താങ്കൾ. എനിക്ക് എൻ്റെ ക്യൂ ഇൻക്രീസ് ചെയ്യണമായിരുന്നു. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ അവിടേക്ക് പോയത്. പക്ഷേ എനിക്ക് പറ്റിയ തെറ്റായിരുന്നു. താങ്കളായിരുന്നു അതിനെ കൊന്നത്. അതിനർത്ഥം താങ്കൾക്ക് മാത്രം അർഹതപ്പെട്ടതാണ്. ഞാൻ ചെയ്ത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെന്നറിയാം. പക്ഷേ എങ്കിലും താങ്കൾ എന്നോട് പൊറുക്കണമെന്നാണ് ഞാൻ ഈ പറയുന്നത്. അത് മാത്രമല്ല, എനിക്കറിയാം ഞാൻ ഒരു ക്ഷമ പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും തീരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ താങ്കൾക്ക് ആ ഒരു എസൻസ് സ്കോറും അതിൻ്റെ കോപ്സും എല്ലാം തന്നെ തരാനായിട്ട് തീരുമാനിച്ചു. താങ്കൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. മുറും അലൻസുള്ള അലൻസ് ബ്രേക്ക് ചെയ്തിട്ട് താങ്കളോട്ട് കൂടാൻ ഞങ്ങൾ തയ്യാറാണ്. താങ്കൾ ഇത് പറഞ്ഞാൽ മാത്രം മതി. താങ്കൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ്. അതുകൊള്ളാം, നീ ഇപ്പോൾ നെഗോഷിയേറ്റ് ചെയ്യാനാണ് ഇവിടേക്ക് വന്നത്. അല്ല, ഇത് ശരിക്കും നല്ലതല്ലേ? പാലസ് മാസ്റ്ററല്ലേ വന്ന് ചോദിക്കുന്നത്. അത് മാത്രമല്ല, അവരുടെ റിലീജിയൻ നമ്മുടെയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് ശരിക്കും ഇപ്പോൾ എന്തായാലും അവനവൻ്റെ ഈഗോ ഒക്കെ വിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. നീ പറഞ്ഞത് എന്തായാലും ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. നിനക്ക് എന്താണ് വേണ്ടത്? എനിക്ക് താങ്കൾ 2 കാര്യം മാത്രം ചെയ്തു തന്നാൽ മതി. ആദ്യത്തേത്, ഇവിടെയുള്ള ഇന്റർണൽ കോൺഫ്ലിക്ട്സ് അതിനകത്ത് താങ്കൾ ഇടപെടാനായിട്ട് പാടില്ല. അത് ഞങ്ങൾ തന്നെ ചെയ്തോളാം. അത് ഞങ്ങളുടെ പ്രശ്നമാണ്. അപ്പോൾ രണ്ടാമത്തത്, താങ്കളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ഡിവൈനുള്ള റിലേക്ക് അത് ഞങ്ങളുടേതാണ്. അത് തിരിച്ച് ഇല്ല, അത് ചെയ്യരുത്. പെട്ടെന്നായിരുന്നു അവനടുക്കി വന്നത്. അത് തിരിച്ചു കൊടുക്കില്ലേ? താങ്കൾ നേരത്തെ വിടില്ലാഞ്ഞപ്പോൾ അവൻ പറഞ്ഞത്. പെട്ടെന്നായിരുന്നു ഡാൻജിച്ചുവിനെ ദേഷ്യം വന്നിട്ട് അവൻ ഡാൻ ബാക്കിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവിടേക്ക് പോയത്. 2 ലീഡേഴ്സ് സംസാരിക്കുന്ന കാണാമല്ലേ, ഇടക്കേറി സംസാരിക്കണം പറഞ്ഞിട്ട് അവനെ കൊല്ലാനായിട്ട് പോയപ്പോ പെട്ടെന്ന് സാർമ അവിടേക്ക് വന്ന് അവനെ ബ്ലോക്ക് ചെയ്തു. അവൻ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. അങ്ങനെ ഒരു ക്ലാഷും അവിടെ സംഭവിച്ച് ആ നേരെ ബാക്കിലേക്ക് മാറി. ഞാനൊന്നും തന്നെ വിചാരിക്കാതെയാണ് അവൻ അറ്റാക്ക് ചെയ്തിട്ട് പോയത്. എന്നിട്ടും അതേ ആ സ്പീഡിട്ട് കോട്ടപ്പായി. അപ്പോൾ
നീ സംസാരിച്ചോളൂ. ഓക്കെ, ഡിമോണിക്കളുടെ ലീഡർ ഇല്ലാത്തത്രയും കാലം അവന് ഡിമോണിക്കളിനെ പേടിക്കേണ്ട കാര്യമില്ലെന്ന് അവൻ നേരത്തെ പറഞ്ഞു. കട്ടിലിടച്ചിയോൻ ഇവനെ വിശ്വസിക്കില്ലേ, ഇവന് കൊച്ചുകുട്ടിയാണ്. അതുമാത്രമല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പിന്നെ തെളിച്ചു പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞത് താങ്കൾ പ്രൊട്ടക്ട് ചെയ്തത്തരം കാലം എനിക്ക് ഇവരെ പേടിക്കേണ്ട കാര്യമില്ലെന്നാണ്. അല്ലാതെ താങ്കളെ പറ്റിയോ മറ്റൊന്നിനെ പറ്റി ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അതിലുപരി നിനക്ക് പാലസ് മാസ്റ്റർ ആകാൻ ഒരു അർഹത പോലും ഇല്ല. നീ ഒരു ഔട്ട്സൈഡറിനെ വിളിച്ചിട്ട് വന്ന് ഈ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാണ്ട് നോക്കില്ലേ, അത് നമ്മുടെ ഇന്നൽ കോൺഫ്ലിക്റ്റ്. അപ്പൊ പിന്നെ നീ ആ സുപ്രീം സേബറിനെ ഇവിടേക്ക് വിളിച്ചിട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ സംഭവിക്കത്തില്ലായിരുന്നു. നീ കാരണമാണ് എന്റെ അച്ഛൻ, അല്ല ദി ഫോർമർ പാലസ് മാസ്റ്റർ മരിച്ചത് തന്നെ. പെട്ടെന്ന് ഡാൻജുച്ചേന്റെ ഡാൻബേക്കിന്റെ ആൾക്കാർ അവിടേക്ക് വന്നു. കാര്യങ്ങൾ കുറച്ചുകൂടെ വഷളാകാനായിട്ട് തുടങ്ങി. കൾട്ട് ലിറ്ററേച്ചർ താങ്കൾ ഇത് ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ നേരത്തെ പറഞ്ഞത് ശരിക്കും പറഞ്ഞാണ്. താങ്കൾ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ താങ്കൾ എന്ത് വേണമെങ്കിലും, പക്ഷെ അങ്ങനെ ചെയ്യില്ല. കൾട്ട് ലിറ്ററേച്ചർ ഞാനാണ് താങ്കളോട് കോൺട്രാക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ തമ്മിലാണ് അലയൻസ് ഉള്ളത്. അലയൻസോ? എന്ത് അലയൻസ്? എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നീ ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്തത്, അതും ഒരു റെപ്രസെന്റേറ്റീവിലും ഇല്ലാതെ? ഈ സമയത്ത് ഇതെല്ലാം കേട്ടോണ്ട് അവിടെ നിൽക്കുകയായിരുന്നു. കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഡിമോണിക് കൾട്ടിലെ ലീഡർ എന്നെ കൊന്നാലും എല്ലാം തന്നെ ഡാൻബേക്കിന്റെ തലയിലേക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേ മരിക്കാൻ പാടുള്ളൂ. ഇവിടെ എന്തായാലും അവൻ ജയിക്കാൻ പാടില്ല. ആൻഡ് അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്.